ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആഴ്ചയിലേക്ക് നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ അനാലിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഏതാണെന്നും നമുക്ക് എങ്ങനെയൊക്കെ എൻട്രികൾ പ്ലാൻ ചെയ്യാമെന്നുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് ആണ്. സോ ആക്സിസ് ബാങ്ക് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്സിസ് ബാങ്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് ഞാൻ 1 hour ചാർട്ടിൽ നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. നോക്കുന്ന സമയത്ത് ചെറിയൊരു അപ് ട്രെൻഡും കാണാൻ സാധിക്കുന്നത്. വൺസ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലെങ്കിലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ സെറ്റപ്പും കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ്. സോ ഫൈനലി നമുക്ക് ഈ റേഞ്ച് വരെയെങ്കിലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി മേ ബി ഈ സ്റ്റോക്ക് നെഗറ്റീവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു 4-5 പോയിന്റ്സ് എന്തായാലും ക്യാച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് IRCTC ആണ്. IRCTC നോക്കുന്ന സമയത്ത് ഓക്കെ, സെയിം നമ്മൾ ആക്സിസ് ബാങ്കിൽ കണ്ട പോലെ തന്നെ ഏകദേശം ഒരു സ്ട്രക്ചറാണ്, എന്നാലോ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരുപാട് തവണ ഈ ഒരു റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റോക്ക്. അപ്പോൾ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്നും റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം, ഈ റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെയാണെങ്കിലും ആ ഒരു ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് പോലും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 10 പോയിന്റ്സിന് മുകളിൽ കിട്ടാനുള്ള ചാൻസസ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഫർദർ ഒരു മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് LIC ഹൗസിംഗ് ആണ്. ഓക്കെ, LIC ഹൗസിംഗ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു റേഞ്ച് ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ജസ്റ്റ് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് വ്യൂ ഓക്കെ, അത്യാവശ്യം കൺസോൾട്ടേഷൻ ആണ്. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ ഈ ഒരു റേഞ്ച് വരെയെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയെങ്കിലും മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് മൂവ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ 15 മിനിറ്റ്സിൻ്റെ രാവിലത്തെ 15 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടോ നോക്കുക. അതിനുശേഷം മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് LNT ആണ്. ഓക്കെ, LNT നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ലെവൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തതിനു ശേഷം ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കുക, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് തിരിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു റേഞ്ചും കൂടെ ബ്രേക്ക് ഔട്ട് നടത്തിയതിനു ശേഷം മാത്രം ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുക. മേ ബി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നെസ്ലെ ഇന്ത്യ ആണ്. ഓക്കെ, നെസ്ലെ ഇന്ത്യ. അപ്പോൾ നെസ്ലെ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് അല്ലേ, നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഈ റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സോണിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇത് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. സോ ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിലീസ് ആയിട്ടുണ്ട്. അപ്പം ബയേഴ്സ് തീർച്ചയായിട്ടും അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. തിരിച്ച് ഈ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ബയേഴ്സ് അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഈ ഒരു വീക്കിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുന്നത്. സോ നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റികൾ സ്റ്റോക്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച പുതിയ സ്റ്റോക്കുകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.